മാഷി ക്രിക്കറ്റ് കളിയുടെയൊക്കെ ആളാണല്ലേ? ക്രിക്കറ്റിൽ താല്പര്യമുണ്ട്. നമ്മളൊന്നും ചേരൂല. എനിക്ക് ക്രിക്കറ്റ് കളി അറിയാനേ വയ്യ. ഞാൻ ക്രിക്കറ്റ് വിരുദ്ധനാണ്. അത് ശരി. അപ്പോൾ ഇന്നലത്തെ കളി എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ത്യ ന്യൂസിലൻഡ് ആയിരുന്നു ഇന്നലത്തെ കളി. അതെ അതെ. ഇന്ത്യ ജയിച്ചു. ഇന്ത്യ ജയിച്ചു. ഇന്ത്യ ജയിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യ ഇതിനു മുമ്പ് വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്, ഇതിനു മുമ്പ് ഏഷ്യ കപ്പ് നേടിയിട്ടുണ്ട്. അപ്പോൾ അതല്ലേ വലിയ സംഭവം എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ അതൊക്കെ പലതും തട്ടിമുട്ടിയൊക്കെ മുന്നേറിയിട്ടാണ് ജയിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ ക്രിക്കറ്റ് ഹിസ്റ്ററിയിൽ ഒരു പെർഫെക്റ്റ് വിക്ടറി എന്ന് പറഞ്ഞാൽ ഇന്നലെ കിട്ടിയതാണ്. അതെന്താ വ്യത്യാസം? വിജയങ്ങളുള്ള വിജയങ്ങളിൽ നിന്നുള്ള വ്യത്യാസം? മറ്റുള്ള വിജയങ്ങളിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ള വിജയങ്ങൾ പലതും തട്ടിമുട്ടി ആരും പ്രതീക്ഷിക്കാത്ത കിട്ടിയ വിജയമൊക്കെയാണ് ചിലത്. ഇപ്പോൾ ഉദാഹരണത്തിന് 1983 ആദ്യമായിട്ട് വേൾഡ് കപ്പ് കിട്ടി. അന്ന് ആരും പ്രതീക്ഷിച്ചില്ല ഇന്ത്യ എവിടെയെങ്കിലും എത്തുമെന്ന്. ഏറ്റവും ലീസ്റ്റ് ഫാൻസിയുടെ ടീമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ അങ്ങനെയല്ല. ഇതിനെ പെർഫെക്റ്റ് വിക്ടറി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ കളിച്ച എല്ലാ കളികളും തുടക്കം തൊട്ട് അവസാനം വരെ എല്ലാ കളികളും ജയിച്ചിട്ടാണ് ഈ ട്രോഫി നേടിയിരിക്കുന്നത്. ആദ്യം ബംഗ്ലാദേശിനെ തോൽപ്പിച്ചു, പിന്നെ പാകിസ്ഥാനെ തോൽപ്പിച്ചു, പിന്നെ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചു, പിന്നെ ഓസ്ട്രേലിയനെ തോൽപ്പിച്ചു. അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്. എന്നാൽ പോലും ഇന്നലെ അല്പം വിജയം ഉണ്ടായിരുന്നു, അല്പം ഒരു ഭയം ഉണ്ടായിരുന്നു ഇന്ത്യക്കാർക്ക് പൊതുവിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേടിയത് ചാമ്പ്യൻസ് ട്രോഫി ആണെങ്കിലും ചാമ്പ്യൻസ് ട്രോഫി എന്നുള്ള പേര് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ന്യൂസിലൻഡ് പണ്ട് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട്. അതായത് 2000 25 വർഷം മുമ്പ്. അന്ന് ഈ മാച്ചിൻ്റെ പേര് ചാമ്പ്യൻസ് ട്രോഫി എന്നല്ല, അവർ അതിനെ വിളിച്ചിരുന്നത് നോക്കൗട്ട് ടൂർണമെൻ്റ് എന്നുള്ള രീതിയിലാണ്, നോക്കൗട്ട് എന്നുള്ള പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ പിന്നീടാണ് ഈ ചാമ്പ്യൻസ് ട്രോഫി എന്ന് ആക്കിയത്. അപ്പോൾ 2000 നോക്കൗട്ട് ടൂർണമെൻറ്റിൽ ഇന്ത്യ തോൽപ്പിച്ചിട്ടാണ് ന്യൂസിലൻഡ് വിജയം നേടിയത്. പിന്നെ അതിന് ശേഷമാണെങ്കിലും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ കളി വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ഇന്ത്യ അവർ തോൽപ്പിച്ചായിരുന്നു. പിന്നെ അതേപോലെ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ ഇന്ത്യ തോൽപ്പിച്ചായിരുന്നു. അങ്ങനെ ഇന്ത്യ എപ്പോഴും ചെന്ന് അവസാനം ഇവരുടെ അടുത്ത് മുട്ടിത്തോൽക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ സൗത്ത് ആഫ്രിക്കയായിട്ട് അവർ കളിച്ചു കഴിഞ്ഞപ്പോൾ അവർ 1 ടോട്ടലാണ് ഉണ്ടാക്കിയത്. പക്ഷേ അതൊക്കെ ഓർക്കുമ്പോൾ ഇന്ത്യക്ക് ശരിക്കും ഇവരുമായിട്ട് ഒന്ന് ഏറ്റുമുട്ടാനായിട്ട് ചെറിയ ഒരു പേടിയുണ്ടായിരുന്നു. കാരണം 326 റൺസാണ് അവർ ഉണ്ടാക്കിയത് സൗത്ത് ആഫ്രിക്കയ്ക്ക് എഗൻസ്റ്റ് കളിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഫൈനലിൽ വന്നു കഴിഞ്ഞപ്പോൾ ന്യൂസിലൻഡായിട്ട് വീണ്ടും ഏറ്റുമുട്ടി. നേരത്തെ തോൽപ്പിച്ചിരുന്നതാണ് ഈ സെമി ഫൈനലിന് മുമ്പ്. ഇപ്പോൾ ഫൈനലിൽ വീണ്ടും ഏറ്റുമുട്ടി. അങ്ങനെ 2 പ്രാവശ്യം അടുപ്പിച്ച് ന്യൂസിലൻഡിനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിളായിട്ട് എല്ലാവരും കണക്കാക്കുന്നത്. അവർ അത്ര നല്ല ടീമാണ്. പക്ഷേ ഇന്നലെ ഈ പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിച്ചില്ല. അപ്പോൾ ന്യൂസിലൻഡായിട്ട് നമുക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത് 252 റൺസാണ്. അവർ 251 റൺസ് എടുത്തിരുന്നു. നമുക്ക് വേണ്ടിയിരുന്നത് 252 റൺസാണ്. അപ്പോൾ ദൈവസഹായം കൊണ്ട് നമുക്ക് നല്ലൊരു സ്റ്റാർട്ട് കിട്ടി. ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പിൽ തന്നെ സെഞ്ചുറി സ്റ്റാൻഡായിരുന്നു. അത് നമ്മുടെ ക്യാപ്റ്റൻ ശർമ്മ 76 റൺസ് എടുത്തായിരുന്നു. ക്യാപ്റ്റൻ സ്നോക്കാണ് അദ്ദേഹം കളിച്ചത്. 76 റൺസ് എടുത്തു. അതിൽ 3 സിക്സർ ഉണ്ടായിരുന്നു, 7 ഫോർസ് ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ആ പാർട്ട്ണർഷിപ്പിൽ അവർ ഗില്ലും അതേപോലെ ശർമ്മയും കൂടി 105 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കളി നല്ല രീതിയിൽ നമ്മൾ ഡോമിനേറ്റ് ചെയ്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഗില്ലിൻ്റെ കോൺട്രിബ്യൂഷൻ 31 റൺസായിരുന്നു. അപ്പോൾ അതിനുശേഷം ആ പാർട്ട്ണർഷിപ്പ് പൊളിഞ്ഞു. ഗില്ല് പുറത്തായി കഴിഞ്ഞപ്പോൾ സൂപ്പർ താരം വന്നു നമ്മുടെ കോഹ്ലി. പക്ഷേ കോഹ്ലിക്ക് എന്തോ 2 റൺസോട്ടേ കിട്ടിയുള്ളൂ. അപ്പോഴേക്കും ഔട്ടായിപ്പോയി. കോഹ്ലി ഔട്ടായി. അപ്പോൾ ഗില്ല് ഔട്ടായി, കോഹ്ലി ഔട്ടായി. പിന്നെ ഒരു രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന കണ്ടീഷൻ വന്നു. അപ്പോൾ 17ാമത്തെ ഓവറിലാണ് ഇന്ത്യ 100 കടന്നത്. 100 അതായത് സെഞ്ചുറി കടന്നത്. പിന്നീട് 105 റൺസിൽ ഗില്ല് ഔട്ടായി. ഫിലിപ്സ് എന്ന് പറയുന്ന ആളുടെ ഒരു കിടിലൻ ക്യാച്ചോടുകൂടിയാണ് അദ്ദേഹം ഔട്ടായത്. അധികം താമസിയാതെ ഈ പറഞ്ഞ സൂപ്പർ താരം കോഹ്ലി ഔട്ടായി 2 റൺസിന്. പിന്നെ 26ാമത്തെ ഓവറിൽ ശർമ്മ ഔട്ടായി. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ 3 വിക്കറ്റ് പോയപ്പോൾ ഇന്ത്യ ഒന്ന് പതറാനായിട്ട് തുടങ്ങി. അറ്റ് ദാറ്റ് സ്റ്റേജ് ഇറ്റ് വാസ് 122 for 3 എന്നുള്ള ലെവലിലേക്ക് വന്നു. പിന്നെ അങ്ങനെ ന്യൂസിലൻഡ് ഈ കളിയിലേക്ക് തിരിച്ചു വരുന്നൊരു സാഹചര്യം വന്നായിരുന്നു. പക്ഷേ അതിനുശേഷം ശ്രേയസ് അയ്യർ വന്നപ്പോൾ അദ്ദേഹം 48 റൺസ് എടുത്തു. അക്സർ പട്ടേൽ 29 റൺസ് എടുത്തു. അവർ രണ്ടുപേരും കൂടിയാണ് ഇന്നിങ്സ് ഒന്ന് സ്റ്റഡി ആക്കി എടുത്തത് ഇന്ത്യക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുശേഷം വന്ന KL രാഹുൽ ആണെങ്കിൽ 34 റൺസ് എടുത്തു.
ഹാർദിക് പാണ്ഡ്യ നല്ല രീതിയിൽ 6 ഒക്കെ അടിച്ച് 18 റൺസ് എടുത്തു. അങ്ങനെ ഒരു ഓവർ ബാക്കിയുള്ളപ്പോൾ തന്നെ ഇന്ത്യ ഈ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചു. ആ രീതിയിൽ ആണ് ഇന്ത്യയുടെ വിജയം കിട്ടിയത്. പിന്നെ ന്യൂസിലൻഡിൻ്റെ ഭാഗത്തു നിന്ന് രച്ചിൻ രവീന്ദ്ര ഈ സീരീസിലെ തന്നെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ശർമ്മ പ്ലെയർ ഓഫ് ദി മാച്ച് ആയിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് കൂടുതൽ ഷൈൻ ചെയ്തത് ഡാരിൽ മിച്ചൽ 63 റൺസ് എടുത്തായിരുന്നു. ബ്രേസ്വെൽ 53 റൺസ് എടുത്തായിരുന്നു. അങ്ങനെ അവരുടെ ടോട്ടൽ വന്നത് 251 for 7 എന്നുള്ള സ്കോറായിരുന്നു. അങ്ങനെ പിന്നെ ഇന്ത്യയുടെ വിജയത്തിന് നമ്മൾ പ്രധാനമായിട്ട് കടപ്പെട്ടിരിക്കുന്നത് സ്പിൻ ക്വാർട്ടറ്റിനോടാണ്. അതായത് അക്സർ ഉണ്ടായിരുന്നു, പിന്നെ ജഡേജ, വരുൺ, പിന്നെ യാദവ്, ഈ 4 സ്പിന്നേഴ്സിനോടാണ് നമ്മൾ പ്രധാനമായിട്ട് കടപ്പെട്ടിരിക്കുന്നത്. ദുബായിലെ പിച്ച് സ്പിന്നിന് അനുകൂലമാണെന്ന് കരുതപ്പെട്ടിരുന്നു. പിന്നെ നമുക്കാണെങ്കിൽ അത് വളരെ ഉപകാരപ്പെട്ടു. ബാക്കിയുള്ളവർ പലയിടത്തും കിടന്ന് കറങ്ങായിരുന്നു. കറാച്ചിയിൽ പോകണം, ലാഹോറിൽ പോകണം, അതേപോലെ റാവൽപിണ്ടിയിൽ പോകണം, പിന്നെ ദുബായിൽ വരണം. ഇങ്ങനെയൊക്കെ പല ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ലായിരുന്നു. അവർക്ക് ആകെ യാത്ര ചെയ്യേണ്ടി വരുന്നത് ഈ ഹോട്ടലിൽ നിന്നും ഗ്രൗണ്ടിലേക്കുള്ള യാത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ന്യൂസിലൻഡിന് ഈ വേൾഡ് കപ്പിൽ ട്രാവൽ ചെയ്യേണ്ടി വന്നത് 7150 കിലോമീറ്റേഴ്സാണ്. ഇന്ത്യക്ക് ആകെ യാത്ര ചെയ്യേണ്ടി വന്നത് ഹോട്ടലിൽ നിന്നും പിച്ചിലേക്ക് അത്രയും മാത്രമേ യാത്ര വേണ്ടി വന്നുള്ളൂ. പിന്നെ വേറെ ഈ കളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ടോസ് ഇടുമ്പോൾ നമുക്ക് ഭാഗ്യം ലഭിക്കാറില്ലായിരുന്നു. 15ാമത്തെ പ്രാവശ്യം അടുപ്പിച്ച് ഇന്ത്യക്ക് ടോസ് നഷ്ടപ്പെട്ടു. 15ാമത്തെ പ്രാവശ്യം അടുപ്പിച്ച് ടോസ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഒരു പ്രശ്നം. പക്ഷേ ഇങ്ങനെയൊക്കെ ടോസ് നഷ്ടപ്പെട്ടെങ്കിലും ഇന്ത്യ അതിൽ 10 മാച്ചസെങ്കിലും, 15ൽ 10 മാച്ചസെങ്കിലും ഇന്ത്യ വിജയിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്കുണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഈ നമ്മൾ തുടക്കത്തിൽ കുറച്ച് ക്യാച്ചസ് ഡ്രോപ്പ് ചെയ്തായിരുന്നു, അല്ലെങ്കിൽ ഇതിൽ നല്ല മാർജിനിൽ ജയിക്കാമായിരുന്നു. പിന്നെ വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാൻ്റെ അവസ്ഥയാണ്. പാകിസ്ഥാൻ, നമ്മൾ ഇപ്പോൾ ഇത് പെർഫെക്റ്റ് വിക്ടറി ആക്കിയതുപോലെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പെർഫെക്റ്റ് ഫെയിലിയറാണ്. ഇതിലും നല്ലൊരു ഫെയിലിയർ കിട്ടാനില്ല. കാരണം ആദ്യത്തെ 2 മാച്ച് കളിച്ചത് 2ഉം തോറ്റു. അപ്പോൾ 2 മാച്ച് കഴിച്ചു, അതായത് 3-4 ദിവസത്തിനുള്ളിൽ ഹോസ്റ്റ് കൺട്രിയാണ് ഔട്ട് ഓഫ് ദി ടൂർണമെൻ്റ് ആയിപ്പോയി. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ധനനഷ്ടവും മാനഹാനിയൊക്കെ കൂടി വരുമല്ലോ, അതുപോലത്തെ ഒരു അവസ്ഥയായിപ്പോയി. അവരുടെ ജനങ്ങളുടെ മുമ്പിൽ അവരൊന്നും അല്ലാതെയായിപ്പോയി. ആദ്യത്തെ 2 മാച്ചിൽ തന്നെ ഔട്ട്. അവരിത് ഹോസ്റ്റ് ചെയ്യാനായിട്ട് പല സ്റ്റേഡിയങ്ങളിലൊക്കെ കുറേ വർക്ക് ചെയ്ത്, ചിലത് റെനോവേറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ കുറേ വർക്ക്, അത് സാമ്പത്തികമായിട്ട് പാകിസ്ഥാൻ വളരെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഈ പാടുകളൊക്കെ കഴിച്ചിട്ടും അവർക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജനങ്ങളുടെ മുമ്പിൽ അവർ വളരെ അവമാനിക്കപ്പെട്ടു. മാത്രമല്ല, സാമ്പത്തികമായിട്ടും വളരെ വിഷമമായിപ്പോയി. കാരണം അവരുടെ ഈ പാകിസ്ഥാനിൽ നടക്കുന്ന മാച്ചസ് കാണാൻ ആരും ഇല്ലാതെയായിപ്പോയി. പിന്നെ ഇപ്പോൾ ഈ ഫൈനലാണെങ്കിൽ അവർ ഹോസ്റ്റ് കൺട്രി ആണെന്ന് പറഞ്ഞാലും അവരുടെ രാജ്യത്തൊരു കളിയില്ല. കളി മുഴുവനും നടക്കുന്നത്, ഇപ്പോൾ പ്രത്യേകിച്ച് ഫൈനൽ ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാച്ച്, അതുപോലും ദുബായിൽ വെച്ച് നടന്നു. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാവിധത്തിലും ഒരു വിജയമായിരുന്നു. അതേപോലെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സർവനാശം തുല്യമായ പരാജയമായിരുന്നു. പാകിസ്ഥാനി ജനങ്ങൾക്ക് ക്രിക്കറ്റിലുള്ള താല്പര്യം തന്നെ നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇത് കാരണമായേക്കാം. പിന്നെ പാകിസ്ഥാനി ക്രിക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതാണ്. പലതരം പ്രശ്നങ്ങളിൽ അവർ പെട്ടായിരുന്നു. ഏറ്റവും മോശമാകാനുള്ള കാരണം അവരുടെ ഈ മാച്ച് ഫിക്സിംഗ് എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ടായിരുന്നല്ലോ. പിന്നെ അവർ ഈ പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് അതിൽ ഭയങ്കര ഫേവറേറ്റിസം നടത്തുന്നുണ്ട്. അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ തിരഞ്ഞെടുക്കും. നല്ല പ്ലെയേഴ്സാണോ എന്ന് നോട്ടമില്ല. പിന്നെ അവിടെ തന്നെ അവർ നമ്മുടെ IPL മോഡലിലൊരു മാച്ച് നടത്തുന്നുണ്ട്. അതിലൊക്കെ കുറേ പേര് തിളങ്ങിയിരിക്കണവരെയാണ് എടുക്കുന്നത്. അല്ലാതെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നില്ല. പുതിയ താരങ്ങൾ, അവരുടെ താരോദയം അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പണ്ട് കാലത്തൊക്കെ ഇന്ത്യക്ക് പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ തന്നെ പേടിയായിരുന്നു. ഇമ്രാൻഖാൻ്റെ പേര് കേട്ടാൽ ആൾക്കാർക്ക് പേടിയായിരുന്നു. അതേപോലെ വസീം അക്രമിൻ്റെ ഒരു എറർ കൊണ്ടിട്ട് അന്നത്തെ നമ്മുടെ ഇന്ത്യൻ ഓപ്പണർ, ഡാഷിംഗ് ബാറ്റ്സ്മാൻ ഫ്രം തമിഴ്നാടു, ശ്രീകാന്ത്, കൃഷ്ണമാചാരി ശ്രീകാന്ത്, അദ്ദേഹത്തിൻ്റെ മുഖത്ത് കൊണ്ടിട്ട് ചോര ഒഴുകാനൊക്കെ തുടങ്ങി. കണ്ട് പ്രയാസമായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതേപോലെ പല ഫാസ്റ്റ് ബൗളേഴ്സും നമുക്ക് അവരെ നേരിടാൻ ഭയമായിരുന്നു. അതേപോലെ ലാസ്റ്റ് ബോളിൽ 6 അടിച്ച് ജാവത് മിയൻ്റെ അത് ഇന്ത്യ ഷാർജയിൽ തോൽപ്പിച്ച കാര്യമൊക്കെ എന്നും നമ്മുടെ മനസ്സിൽ മായാതെ നിലകൊള്ളും. എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റ്
ഈസ് അറ്റ് ഇറ്റ്സ് സെനിത്ത് നൗ. ഏറ്റവും ഉയരത്തിൽ, എത്രമാത്രം ഉയരത്തിലെത്താമോ അത്രമാത്രം ഉയരത്തിലെത്തി വെട്ടി തിളങ്ങി നിൽക്കുകയാണ് ഇന്ത്യ. പാകിസ്ഥാനാണെങ്കിൽ ഒരു വിഷമസന്ധിയാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.